ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ ഇക്കാര്യത്തിൽ? ഈ ജയിൽ ഉദ്യോഗസ്ഥരായ 3 പേർക്ക്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൂപ്രണ്ടിന്റെ ചുമതല ഉണ്ടായിരുന്നയാൾക്ക്, അദ്ദേഹത്തിന് പറ്റിയ ഒരു തെറ്റ് അത് നേരത്തെ തന്നെ വാർത്താക്കുറിപ്പിലൂടെ തന്നെ ജയിൽ മേധാവി അറിയിച്ചിരുന്നതാണ്. അതിപ്പോൾ സർക്കാരും എൻഡോഴ്സ് ചെയ്തിരിക്കുകയാണ്, അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിനപ്പുറം എന്ത് സംഭവിച്ചു എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഇതിനകത്ത് രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ. പക്ഷെ ഒരു ജയിൽ സൂപ്രണ്ട് ഇങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നത് ആരുടെയെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടാതെ ചെയ്യില്ല. അല്ലെങ്കിൽ അവിടുത്തെ DGPയുടെ ഇൻസ്ട്രക്ഷൻ കിട്ടണം. അല്ലാതെ സ്വന്തമായിട്ട് അയാൾക്കൊരു തീരുമാനം ഇങ്ങനെയുള്ള കാര്യത്തിൽ എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ട്. അയാൾ ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അയാൾ 188 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയതിനകത്ത് 4 പേര് ലിസ്റ്റ് കൂടെ വന്നു. ആ 4 പേര് 20 വർഷത്തെ ജീവപര്യന്തം തടവിന് കിടക്കുന്നവരാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ ഡിഫക്റ്റ് ഈ ജയിലുകളിലൊക്കെ ഉണ്ട്. അത് നമ്മുടെ കാലഘട്ടത്തിൽ ഞങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു കോടതി ശിക്ഷിച്ചു കഴിഞ്ഞാൽ ആ വാറണ്ട് അവിടെ അയച്ചു കൊടുക്കുമെന്നല്ലാതെ ഈ ജയിലിലുള്ളവർക്ക് ആർക്കും ഇതിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി കിട്ടാറില്ല. അതൊരു വല്ലാത്ത ഡിഫക്റ്റാണ്. കാരണം ആ ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് ഈ കോപ്പിയെ പറ്റി യാതൊരു വിവരവുമില്ല. കോടതിയിൽ നിന്ന് എത്ര വർഷം ശിക്ഷിച്ചെന്നുള്ള വാറണ്ട് വന്നത് അതനുസരിച്ച് അവരെ അയാളെ പാർപ്പിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് ഈ ഹൈക്കോടതിയിലെ ഈ അടുത്ത കാലത്തുണ്ടായ ആ വിധി 20 years 2 ജീവപര്യന്തം 20 years അവർക്ക് ജയിലിൽ കിടക്കണം, പരോൾ കൊടുക്കാൻ പാടില്ല എന്നുള്ള ആ വിധി, അതിൻ്റെ കോപ്പി ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ അറിയില്ല. ഗവൺമെൻറ്റിനുണ്ടാവും, അതേസമയത്ത് DGP അവിടുത്തെ GPക്ക് അറിയാതിരിക്കാം. പക്ഷെ കോടതിയിൽ നിന്ന് ഈ ശിക്ഷിച്ച് എഴുതുന്നവരുടെ കൂടെ അതിൻ്റെ ജഡ്ജ്മെൻ്റ് ഒന്നും വരാറില്ല, അവർക്ക് കിട്ടാറുമില്ല. അങ്ങനെ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥനെ റിമൂവ് ചെയ്യാൻ പറ്റിയേക്കും. കാരണം അതൊക്കെ അവിടെ ചെന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ടും ഈ രീതിയിലൊരു റിപ്പോർട്ട് അയാൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ ജയിലിൽ ഇരിക്കാൻ യോഗ്യതനല്ല. ഇയാൾ അവിടുത്തെ സൂപ്രണ്ടിൻ്റെ ചാർജുള്ള അസിസ്റ്റന്റ് സൂപ്രണ്ടാണ് ഈ റിപ്പോർട്ട് എഴുതി. ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടാതെ ഒരിക്കലും അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യില്ല എന്ന് ഞാൻ കരുതുന്നത്. എവിടുന്ന ഇൻസ്ട്രക്ഷൻ കിട്ടിയെന്ന് അയാൾ പറയണം. ഏതായാലും അയാൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഹൈക്കോടതിയിലെ 20 years അവിടെ ജീവപര്യന്തത്തിന് കിടക്കുന്നവരെ അവരെ പരോളിൽ വിടാനുള്ള അല്ലെ റെമിഷൻ കൊടുക്കാനുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇവരുടെ പേര് വന്നിട്ടുണ്ടെങ്കിൽ ആ ജയിൽ സൂപ്രണ്ട് കുറ്റക്കാരൻ തന്നെയാണ്. ഗവൺമെന്റ് പക്ഷേ താങ്കൾ പറഞ്ഞു ആ ജഡ്ജ്മെന്റ്, കോപ്പി ഓഫ് വാറന്റ്, പോലീസ് ആൻഡ് പ്രൊബേഷൻ റിപ്പോർട്ട്, അല്ല ഈ റിപ്പോർട്ട് ആ ജയിലിൽ ഉണ്ടാവുകയില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കുറ്റക്കാരനാകുന്നത് സൂപ്രണ്ട്? ആ റിപ്പോർട്ടുകൾ വിളിച്ചു വരുത്തുകയാണല്ലോ അദ്ദേഹത്തിന്റെ ആദ്യ പടി. ഈ പട്ടിക അങ്ങനെയാണെങ്കിൽ സസ്പെൻഷൻ പറ്റില്ലല്ലോ. അപ്പോൾ മുകളിൽ അറിഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് ഇവരുടെ പേര് ലിസ്റ്റ് വന്നതെന്ന് എനിക്ക്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ജയിലിലെ സൂപ്രണ്ടിനും മറ്റവർക്കൊന്നും ഈ ജഡ്ജ്മെന്റ് കോപ്പി കിട്ടത്തില്ല, ഇപ്പോഴും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്, കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ട് അവര് അനുഭവിക്കട്ടെ. അവര് സ്വയമായിട്ട് ഇങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയതാണോ, മേളിൽ നിന്ന് എവിടെയെങ്കിലും ഒരു ലിസ്റ്റ് എൻക്വയറിയിൽ അവർ പറഞ്ഞല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്ത് വിടണ്ടേ? ഇത്രയും വൈറ്റലായ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു ജഡ്ജ്മെന്റ് അനുസരിക്കാൻ ബാധ്യസ്ഥയായ ആ വ്യക്തി അതിന് വിരുദ്ധമായി ആ 4 പേരുടെ പേര് എഴുതി ചേർത്തിട്ടുണ്ട്. അയാൾ അനുഭവിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ തീരുമാനം എന്തോ ആയിക്കോട്ടെ, അവര് ഇങ്ങനെയുള്ള തീരുമാനം എടുപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ അവന് അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ഈ രാഷ്ട്രീയ സേവനം ഇങ്ങനെ നടത്തുന്ന പല ഉദ്യോഗസ്ഥന്മാരും പോലീസിലും അതുപോലെ ഗവൺമെന്റ് സർവീസിലും ഉണ്ട്. സത്യവും നീതിയുമായിട്ട് നിയമപരമായിട്ട് മാത്രം ഒരു ജോലി ചെയ്യുന്ന ഒരു തലമുറയാണ് നമുക്ക് വേണ്ടത്. കാരണം രാഷ്ട്രീയമായി പല മെച്ചങ്ങളും അവർക്ക് ഉണ്ടായിരിക്കാം, പക്ഷേ ഈ സൂപ്രണ്ട് ചെയ്തത് ശരിയായ ഒരു നടപടിയായിരുന്നില്ല എന്ന് വ്യക്തമാണ്. അയാൾ കോട്ടലക്ഷ്യത്തിന് പോകേണ്ടി വരും. ഒരു 1/3 അവരുടെ ശിക്ഷയിൽ 1/3 കൂടുതൽ റെമിഷൻ അനുവദിക്കാനും പാടില്ല, അല്ലെങ്കിൽ പരോളി വിടാൻ പാടില്ല. ഇങ്ങനെ ജയിലിൽ വളരെയധികം നിയമങ്ങളുണ്ട്. ഇതൊന്നും ചില വ്യക്തികൾക്ക് അവിടെ ബാധകമല്ല. പക്ഷേ ഈ 3 പേരല്ല 4 പേര് കയറി ഇതിനകത്ത്. അത് എങ്ങനെ സംഭവിച്ചു എന്ന് അയാൾ പറയണം. ആ ജയിൽ സൂപ്രണ്ടും അവൻ്റെ കൂടെ നിന്ന അരുണും അസിസ്റ്റന്റ് 2 പേരും അവരാണ് അതിൻ്റെ ഉത്തരം പറയേണ്ടത്. അതുകൊണ്ട് അവരെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവർക്ക് ആരാണ് ഇങ്ങനെ ഒരു ഡ്രാഫ്റ്റ് ചെയ്യാൻ കൊടുക്കാനുള്ള ഒരു ജയിൽ, അല്ലെങ്കിൽ ജയിലിലുള്ള ആൾക്കാർക്ക് റെമിഷൻ കൊടുക്കാനുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പം
അയാൾ കൺസേൺഡ് ആയ പോലീസ് സ്റ്റേഷനിൽ അവിടെ വിളിച്ച് ചോദിക്കണം. അവർക്കൊന്നും ചില ജഡ്ജ്മെന്റ് ഒന്നും കാണൂല. അതൊന്നും ഒരു തെറ്റായ നടപടിയായിട്ട് എനിക്ക് ജയിൽ ഉപദേശ സമിതി ഒരു ജില്ലയിലെ കണ്ണൂർ ജയിലിൽ നിന്ന് വിടുന്ന് കേരളത്തിലെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ആ ജയിലിൽ കിടപ്പുണ്ട്. അപ്പോൾ അവിടുത്തെ ജില്ലാ ജഡ്ജിയുടെ അടുത്തോ അവിടുത്തെ പോലീസിൻ്റെ അടുത്തോ ഇതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് വെച്ചാൽ അവർക്ക് ഇതേപ്പറ്റി യാതൊരു ജ്ഞാനം ഉണ്ടാവില്ല. അവരവരുടെ ജില്ലകളിലുള്ളത് മാത്രം അവർക്ക് ജ്ഞാനം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വിവരം ഉണ്ടാവുള്ളൂ. മറ്റുള്ളവർക്ക് അറിയില്ല. അതുകൊണ്ട് ഈ സിസ്റ്റം മാറണം. സംസ്ഥാനത്ത് ഈ റെമിഷൻ കൊടുക്കുന്നതിനോ പരോൾ വിടുന്നതിനോ ഒക്കെ ജയിൽ ഉപദേശ സമിതി എന്നൊക്കെ പറയുന്നത് നമുക്ക് നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊരു പ്രത്യേക സിസ്റ്റം തന്നെ വേണം. ഇതുപോലെയുള്ള പാളിച്ചകൾ, ഇതുപോലെയുള്ള ലാപ്സസ്, അല്ലെങ്കിൽ ഗവൺമെന്റിനെ സ്വാധീനിച്ച് ആരെങ്കിലും ഇങ്ങനെ സൗകര്യത്തിന് വെളിയിൽ പോകാൻ ശ്രമിക്കുന്നതൊക്കെ തടയണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം മാറണം. ജയിൽ ഉപദേശ സമിതി കേരളത്തിലെ ഒരു ജില്ലയും മാത്രമല്ല, ആ ജില്ലയിൽ ഒരു സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ എല്ലാത്തിന്റെ റെക്കോർഡ് അവരുടെ കൈ കിട്ടുകയും, അല്ലാതെ ഓരോ ജില്ലകളിൽ തിരുത്തപ്പെടേണ്ട കാര്യങ്ങളാണ്.